ഹായ്, നമസ്കാരം. ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തൃപ്പൂണിത്തുറ തിരുവാങ്കുളം ജംഗ്ഷനിലുള്ള ടൂൾ ആർട്ടിലാണ്. അവിടുത്തെ വിശേഷങ്ങൾ അറിയാനായിട്ട് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അതിൻ്റെ മാനേജിങ് ഡയറക്ടറായ ബിന്ദു ഗോപാലിനെയാണ് നമ്മൾ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മാഡത്തിനോട് തന്നെ ചോദിച്ചറിയാം. ഹായ്, നമസ്കാരം. ഞാൻ ബിന്ദു ഗോപാൽ, എറണാകുളം ജില്ലയിലെ തിരുവാങ്കുളത്ത് എൻ്റെ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ട് 6 മാസക്കാലമായി. നിർമ്മാണ ഉപകരണങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് എൻ്റേത്. ടൂൾ ആർട്ട് എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. 6 മാസമായി ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇവിടെ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ ഒരുവിധം എല്ലാ സാധനങ്ങളും ഞങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. സേവനം എന്ന് വേണമെങ്കിൽ പറയാം. ഹായ് മാഡം, എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. പിന്നെ മാഡം, നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? ഇത് വരുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിൽ തിരുവാങ്കുളത്താണ്. തിരുവാങ്കുളം ജംഗ്ഷൻ. തിരുവാങ്കുളം ജംഗ്ഷനിലാണ്. നമുക്ക് ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേരെന്താണ്? ഈ സ്ഥാപനത്തിൻ്റെ പേര് ടൂൾ ആർട്ട് എന്നാണ്. ഞങ്ങൾ ടൂൾസുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ടാണ് ടൂൾ ആർട്ട് എന്നുള്ള പേര്. അതായത് ആർട്ട് എന്ന് പേരിട്ടത് ഇതൊരു കലയായിട്ട് കൊണ്ടുനടക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ടൂൾ ആർട്ട് എന്ന് പേരിട്ടത്. ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇത് തുടങ്ങിയിട്ട് ഈ മെയ് 5-ാം തീയതിയാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 6 മാസമായുള്ളൂ. സ്റ്റാർട്ട് ചെയ്തിട്ട് 6 മാസമായിട്ടുള്ളൂ. ഇതിൻ്റെ ഈ ഒരു മേഖല തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? അതിൻ്റെ കാരണം പറയുകയാണെങ്കിൽ, ഞാനൊരു 8 വർഷത്തോളം ഈ മേഖലയിൽ തന്നെ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ജോലി നിർത്തി ഇറങ്ങിയതാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് വീട്ടിലിരുന്ന് ബോറടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങണം, എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു തീരുമാനം വന്നു. മനസ്സിലൊരു ആഗ്രഹം. കാരണം വെറുതെ ഇരിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഇരുന്നു. അങ്ങനെ ഓരോന്നോരോന്ന് മാറി മാറി ചിന്തിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതാകുമ്പോഴത്തേക്ക് എനിക്ക് 8 വർഷമായിട്ട് എനിക്ക് അറിയാം. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തന്നെ സ്റ്റാർട്ട് ചെയ്താലോ എന്നെനിക്കിങ്ങനെ ആദ്യം തോന്നി. അങ്ങനെ പിന്നെ ഓരോ സ്ഥലത്ത് ഓരോ കടമുറികളൊക്കെ ചെന്ന് നമുക്ക് ജംഗ്ഷനിൽ തന്നെ എവിടെയെങ്കിലും വേണമല്ലോ. കൂടുതൽ ആൾക്കാർ ഇത് കാണുന്ന ഒരു ലൊക്കേഷൻ ആയിരിക്കണമല്ലോ. അതെ. അങ്ങനെ നോക്കി വന്നപ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഒഴിഞ്ഞെടുക്കുന്നത് കണ്ടത്. അതെ. അപ്പോൾ ജംഗ്ഷനിലായതുകൊണ്ട് അത് എടുക്കാമെന്ന് തോന്നിയിട്ടാണ് ഇത് നമ്മൾ തുടങ്ങിയത്. പക്ഷെ നമ്മളിവിടെയുള്ള മിഷനറി എന്തൊക്കെ മിഷനറിയാണുള്ളത്? ഇപ്പം മിഷനറി നമ്മുടെ കെട്ടിട നിർമ്മാണ ആവശ്യത്തിനുള്ള ഒരുവിധം മിഷനറീസൊക്കെ ഉണ്ട്. പിന്നെ എല്ലാം എടുത്തു വെച്ചിട്ടില്ല. ഓരോരുത്തർ എൻക്വയറീസ് വരുന്ന അനുസരിച്ച് എടുത്താൽ മതിയല്ലോ. എല്ലാവരും ഒന്നിച്ചെടുക്കാൻ ഇത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഈ സാധനങ്ങളെല്ലാം കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് വന്ന് ചോദിക്കുന്നതനുസരിച്ച് കുറച്ചായിട്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. 6 മാസമല്ലേ ആയിട്ടുള്ളൂ. അത് തന്നെ സ്റ്റാർട്ട് ചെയ്ത് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം, അല്ലേ? അത്യാവശ്യത്തിന് ഉള്ളതൊക്കെ ഉണ്ട്. ഇപ്പം ഇല്ല എന്ന് പറഞ്ഞ് വിടേണ്ട ഒരു ആവശ്യം വരാറില്ല. ഏകദേശം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷെ ഇതിനോട് നമ്മൾ അത് വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെയാണ് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു അതെ. കുറച്ചൊക്കെ ഇപ്പൊ 8 വർഷം അവിടെ നിന്നുകൊണ്ട് എനിക്ക് ഏകദേശം ഇത് ഏതൊക്കെയാണ് മൂവിങ് കൂടുതൽ, അതെ, നമുക്ക് മാർക്കറ്റിൽ ഏതാണ് കൂടുതൽ ആവശ്യപ്പെട്ട് വരുന്നത് അതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു ഇത് നോക്കിയിട്ടാണ് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തത്. അതെ. സാധനങ്ങൾ പർച്ചേസ് ചെയ്തും ആ ഒരു രീതിയിൽ തന്നെയാണ്. പിന്നെ കുറച്ച് ഇവിടെ ഈ 6 മാസമായിട്ടുള്ള തുടങ്ങിയിട്ട്, അത് മാത്രമല്ല ഞാൻ തന്നെ ആയതുകൊണ്ടും പുറത്ത് പോയി ഒരു സ്ഥലത്ത് പോയി നമുക്കിതൊന്ന് അന്വേഷിക്കാനോ എടുക്കാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല. മാർക്കറ്റിംഗ് മാത്രമല്ല, ഇതുപോലത്തെ ഫീൽഡ് പല സ്ഥലത്തും ഉണ്ടല്ലോ. അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മളുടെ ഇല്ലാത്ത എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കാനും എടുക്കാനൊക്കെ ഉള്ള ഒരു ടൈം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നാലും 6 മാസം കൊണ്ട് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഒന്ന് അതൊക്കെ സെറ്റായി. ഒരുവിധം എല്ലാ കാര്യങ്ങളും എല്ലാം സെറ്റായി വരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ബിൽഡിംഗ് ഇങ്ങനെ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനം എന്ന് പറഞ്ഞു. അതിൻ്റെ എന്തൊക്കെയാണ് നമ്മളെ എല്ലാ മെയിൻ പാർട്ടുകൾ? ഇതിപ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് വേണമെങ്കിൽ തുടങ്ങാം, വലുതിൽ നിന്ന് ചെറുതിലേക്ക് വേണമെങ്കിൽ തുടങ്ങാം, എങ്ങനെ വേണേലും ആവാം.
നമ്മളിപ്പോൾ ചെറുതിൽ നിന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ സാധാരണ യൂസ് ചെയ്യുന്ന മണ്ണ് മാന്തി മുതൽ, അതായത് ചവറുമാന്തി, പിന്നെ എന്താ പറയുക, പാര, ചട്ടി, കൈക്കോട്ട്, കോടാലി, എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ലാഡർ, ചെറിയ ലാഡർ 6 അടി, 4 അടി, 5 അടി സ്റ്റെപ്പ് ലാഡറുകൾ, 8 സ്റ്റെപ്പ് ലാഡർ വരുന്നത് ഇവിടെ 8 അടി വരെയാണ്. 12ഉം 14ഉം ഒക്കെ ഉള്ള സ്ഥലമുണ്ട്. ഇവിടെ നമ്മൾ 8 അടി വരെ കൊടുത്തിട്ടുള്ളൂ. അതുവരെ നമുക്ക് ചോദിച്ചു വന്നിട്ടുള്ളൂ. 8 അടി വരെയുള്ള സ്റ്റെപ്പ് ലാഡറുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് സ്ലൈഡിംഗ് ലാഡർ ഉണ്ട്. 28 അടി, 24 അടിയുടെ സ്ലൈഡിംഗ് ലാഡർ കൊടുക്കുന്നത്. 12 വരും, 14 വരും, അങ്ങനെയുള്ള കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്രൈൻഡർ, ചെറിയ ഗ്രൈൻഡർ ഉണ്ട്. 4 ഇഞ്ചിൻ്റെ ഗ്രൈൻഡർ ഉണ്ട്. പിന്നെ അതുപോലെ 5 ഇഞ്ചിൻ്റെ ആംഗിൾ ഗ്രൈൻഡർ എന്ന് പറയും. 5 ഇഞ്ചിൻ്റെ, 7 ഇഞ്ചിൻ്റെ, 9 ഇഞ്ചിൻ്റെ, അങ്ങനെ ഓരോ ഇതായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡ്രില്ലും ഈ പറഞ്ഞ പോലെ ചെറിയ സെൽഫ് ഡ്രില്ലുണ്ട്, ഹാമർ ഡ്രില്ലുണ്ട്. പിന്നെ അതിൻ്റെ മേളിലേക്ക് വരുന്നത് 5 കിലോൻ്റെ, നമ്മൾ ചിപ്പിങ്ങിനും മറ്റു കാര്യങ്ങൾക്ക് ചെറിയ കോൺക്രീറ്റ് പൊട്ടിക്കാനൊക്കെ ഉള്ളതിനായിട്ട് 5 കിലോൻ്റെ വരുന്നുണ്ട്. പിന്നെ 7 കിലോൻ്റെ ഉണ്ട്, 10-ൻ്റെ ഉണ്ട്, 15-ൻ്റെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ മോട്ടർ പറയുകയാണെങ്കിൽ ഇലക്ട്രിക്കാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്. നമ്മൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒന്നും മോട്ടറുകളൊന്നും എടുത്തിട്ടില്ല. ഇലക്ട്രിക് മോട്ടറാണ് കൂടുതലും ചോദിച്ചു വരുന്നത്. അത് സമ്മേഴ്സിബിളുണ്ട്, ഈ കിണറ്റിൽ ഇറക്കിയിടുന്ന മോട്ടറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കിണറ്റിൽ ഇറക്കിയിടുന്ന മോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 HP, 2 HP, 1/2 HP ഒക്കെ ഉണ്ട്. ഇവിടെ 1.5 കൂടുതലും ഇവിടെ നമ്മുടെ ഈ ഭാഗത്തൊക്കെ കൂടുതൽ പോകുന്നത് 1.5. അപ്പൊ നമ്മളെ എടുത്തു വെച്ചേക്കണം. എല്ലാം ഇങ്ങനെ എൻക്വയറീസ് വരുന്നതനുസരിച്ച് എന്താണോ നമുക്ക് ആവശ്യം ചോദിച്ചു വരുന്നതനുസരിച്ച് എടുക്കുന്നത്. അപ്പൊ ഇത് ചിലപ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട ഒരു ആവശ്യമൊക്കെ വരും. കാരണം ഇപ്പൊ ഇവിടെ ഞാൻ ആദ്യം എടുത്തിരുന്ന 1.5 HP ഒറ്റ മോട്ടർ എടുത്തതാണ്. ആ മോട്ടർ ഓട്ടം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു വന്നു. അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ ഈ ഇപ്പുറത്ത് തന്നെ ഒരു ഇലക്ട്രിക് കടയാണ്. അപ്പോൾ അവിടെ ഈ മോട്ടറൊക്കെ വിൽപ്പനയ്ക്കുണ്ട്. അപ്പൊ തന്നെ പർച്ചേസ് ചെയ്തിട്ട് ആ കസ്റ്റമർക്ക് കൊടുത്തു വിട്ടു. അപ്പോൾ നമുക്ക് എന്തായാലും ഒരെണ്ണം ആവശ്യം ഉണ്ടായിരുന്നു സെക്കൻഡ്. അപ്പൊ തന്നെ അതെ കസ്റ്റമർ പിന്നെയും വരണല്ലോ എന്ന് വെച്ചിട്ട് അപ്പൊ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത് അങ്ങനെ എടുത്തു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരുന്നത് മാർബിൾ കട്ടർ എടുത്തിട്ടുണ്ട്. 4-ൻ്റെ ഉണ്ട്, 5-ൻ്റെ ഉണ്ട് മാർബിൾ കട്ടർ. അതുപോലെ പിന്നെ നമുക്കുള്ളത് സ്റ്റീൽ കട്ടർ വരുന്നുണ്ട്. പിന്നെ അലുമിനിയം കട്ടർ ഉണ്ട്, അലുമിനിയം കട്ടർ ഉണ്ട്. അതൊക്കെ എല്ലാം ഇവിടെ ബ്രാൻഡഡ് സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. എല്ലാം മാക്കിത്തയുടെ, ബോഷിന്റെ, നമ്മൾ ബ്രേക്കറൊക്കെ എടുത്തിരിക്കുന്ന ബോഷിന്റെ മാക്കിത്തയുടെ. പിന്നെ അല്ലാതെ അപൂർവം ചിലത് മാത്രം ആളിന്റെ അങ്ങനെയുള്ള സാധനം എടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മുഴുവനും എല്ലാം ബ്രാൻഡഡ് സാധനങ്ങൾ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അതൊന്നല്ല, അങ്ങനെ എടുത്ത് വരുമ്പോൾ നമുക്ക് മെയിൻ്റെനൻസ് ആണെങ്കിലും നമുക്ക് കംപ്ലൈൻസ് കുറഞ്ഞു. ഇപ്പൊ പലരും ഇവിടെ വന്നിട്ടാണെങ്കിലും ചോദിച്ചു വരുമായിരുന്നു, നിങ്ങൾ ഇത് എല്ലാം ബ്രാൻഡഡ് സാധനങ്ങളാണല്ലോ ഇവിടെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വേറെ കാര്യമുണ്ട്, നമ്മളിപ്പോ ഈ വരുന്ന കസ്റ്റമേഴ്സിനാണെങ്കിലും അവർക്കൊരു ബ്രാൻഡഡ് സാധനം കിട്ടുമ്പോൾ അത് വേറെ ഒന്നല്ല, മറ്റേത് ഇതിലേക്ക് കംപ്ലൈൻസ് ആയിരിക്കും. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാനായിട്ടാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഈ ബ്രാൻഡഡ് ആകുമ്പോൾ നമുക്ക് ആ നമ്മുടെ ബ്രാൻഡിനെയും നിലനിർത്താൻ പറ്റും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പോ ബിൽഡിങ്ങിന്റെ എന്താവശ്യമാണെങ്കിലും, ഇപ്പൊ പണി ചെയ്യുന്നിടത്താണെങ്കിലും, അത് എന്താ പറയാ പൊളിക്കാൻ നേരത്താണെങ്കിലും അതിനുള്ള എല്ലാ മെഷീനറി ഇവിടെ ഉണ്ട് അല്ലേ. പിന്നെ റോഡ് പണി അതിന് വേണ്ടിയുള്ള സംഭവങ്ങളുണ്ട് അല്ലേ. റോഡ് പണിക്ക് ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ ഈ കൊട്ടവട്ടി അങ്ങനെയുള്ള സാധനങ്ങളല്ല മെയിൻ. ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് റോളറുണ്ട്. അതായത് ഒരു 2 റോളറുണ്ട് നിലവില്. റോളർ എന്ന് പറഞ്ഞാൽ ചെറിയ മിനി റോളറാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മള് ചെറിയ റോഡുകളൊക്കെ ചെയ്യാൻ വേണ്ടി. അതെ അത് ഇതിനകത്ത് അതിന്റെ ഫോട്ടോ ഉണ്ടാവും. അപ്പോൾ അതാണ് കൂടുതൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്, കാരണം വെച്ചാൽ നമുക്ക് ലാഭം കൂടുതൽ എല്ലാം അതാണ്. അപ്പോൾ അതിന് കൂടുതൽ ഞാൻ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ടാണ്. നമുക്ക് ഈ റോളർ പോലെ തന്നെ നമുക്ക് ഗ്രൗണ്ടുകളൊക്കെ, ക്രിക്കറ്റ് ഗ്രൗണ്ട്, ഫുട്ബോൾ ഗ്രൗണ്ട്, അതുപോലെ തന്നെ ചെറിയ പോക്കറ്റ് റോഡുകൾ അതെല്ലാം ചെയ്യാവുന്നതാണ് ഈ റോളർ. അതെ ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ ചെറിയ കോമ്പാക്ടർ ഉണ്ട്. ഇതല്ലാതെ കുറച്ചും കൂടെ ചെറിയ വർക്കുകൾ ചെയ്യുന്ന ചെറിയ കോമ്പാക്ടർ ഉണ്ട്. അത് 2 ടൺ വരെ വരും കപ്പാസിറ്റി വരും. അത് നിലത്തടിച്ച് കോമ്പാക്ട് ചെയ്തിട്ട് അതല്ല വൈബ്രേറ്റ് ചെയ്യുന്ന സാധനം. അതും മാൻ പവർ തന്നെയാണ്, നമ്മൾ തന്നെ നിന്നിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അത് കുറച്ചും കൂടെ ചെറിയ വർക്കുകൾക്കൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്. അത് മാസങ്ങളോളം ചിലപ്പോൾ എടുത്തോണ്ട് പോകും, അങ്ങനെ എടുത്തോണ്ട് പോകും. അതും ഉണ്ട് നമുക്ക്, അതും അവൈലബിൾ ആണ്.
ചെറിയ ചെറിയ വർക്കുകൾക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ് അത്. പിന്നെ അതുകൂടാതെ വേറെ ഈ പുല്ല് കട്ട് ചെയ്യണ ഗ്രാസ് കട്ടർ നമുക്കുണ്ട്. അതുണ്ടല്ലേ? ഗ്രാസ് കട്ടർ ഉണ്ട്, ഹോണ്ടയുടെ ഉണ്ട്. ഹോണ്ടയാണ് കൂടുതലും എല്ലാവരും യൂസ് ചെയ്യുന്നത്. ആവശ്യക്കാർ ഹോണ്ടയാണ് ചോദിച്ച് നമുക്ക് വരുന്നത്. പിന്നെ അതുകൊണ്ട് നമ്മളിപ്പോ വീടുകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ അതിന്റെ മെഷീനറി ഉണ്ടോ? ഉണ്ട്. അതിൻ്റെ മെഷീൻ ഉണ്ട്. നമ്മൾ അതിന് പറയുന്ന പ്രഷർ ക്ലീൻ പമ്പ് എന്നാണ് പറയുന്നത്. അങ്ങനത്തെ മെഷീനുണ്ട് നമുക്ക്. പിന്നെ അതുപോലെ തന്നെ വാക്വം ക്ലീനറുണ്ട്, ജനറേറ്റർ ഉണ്ട്, ഡീസൽ ജനറേറ്റർ ഉണ്ട്. ഡീസൽ ജനറേറ്റർ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് വെൽഡ് ചെയ്യാനും എല്ലാം പർപ്പസിനും കൂടെ കൂടിയാണ് ഡീസൽ ജനറേറ്റർ. വെൽഡിങ് പർപ്പസിനും കൂടെ കൂടിയിട്ടാണ് ഡീസൽ ജനറേറ്റർ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അല്ലാതെയുള്ള പർപ്പസിന് വേണ്ടി പെട്രോൾ ജനറേറ്റർ ഉണ്ട്. 3 kV ഉണ്ട്, 7 kV ഉണ്ട്. അങ്ങനെ അതും അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക്. ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഡെവലപ്പ് ചെയ്യണം, ഇത് വലിയ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ തന്നെയാണ്. പിന്നെ ഒരുപാട് ഇതിൻ്റെ ഹെവി ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എടുക്കണം. ഇറ്റാച്ചി പോലെയുള്ള ചെറിയ അതെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു ഇഷ്ടമുള്ളൊരു ഫീൽഡാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഈ ചെറിയ ഐറ്റംസിൽ നിന്നൊക്കെ മാറിയിട്ട് കുറച്ച് ഇറ്റാച്ചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യണം. ഇതിനേക്കാളും കുറച്ച് നല്ല ഒരു സ്പേസ് ഇതിപ്പോൾ ചെറിയൊരു വേറെ ഗോഡൗൺ ഉണ്ടാവും. ഗോഡൗണിലാണ് റോളറും മറ്റു കാര്യങ്ങളൊക്കെ ഇടുന്നത്. എന്നാലും കുറച്ചും കൂടെ സ്പേസ് ആയിട്ട് എടുത്തിട്ട് ഇറ്റാച്ചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. കുറച്ചും കൂടെ കഴിഞ്ഞാൽ അതിനുള്ള 6 മാസം കൊണ്ട് ഇത്രയും ആയില്ലേ ചെയ്യാൻ പറ്റിയല്ലോ. ഈ കാലഘട്ടത്തിൽ പുതിയതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട്, ഇപ്പോൾ ഈ ബിസിനസ് അല്ല ഏത് ബിസിനസ് ആണെങ്കിലും അതിന് വേണ്ടിയുള്ള ഒരു മെസ്സേജ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കൊടുക്കുക. പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഞാനിപ്പോൾ തുടങ്ങിയത് ഒരു പുതിയതായിട്ടൊരു ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇത്രയും കാലം ഞാൻ വർക്ക് ചെയ്തിരുന്നു, ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്നു, തൊഴിലാളിയായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു സ്ഥാപനം എനിക്ക് തുടങ്ങാനൊരു പ്രചോദനം ഉണ്ടായത് എൻ്റെ അറിവുകളാണ്. ഇതിനെക്കുറിച്ചുള്ള കുറച്ച് അറിവുകൾ കൊണ്ടാണ് ഞാൻ ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ എന്തൊരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് ബോധമുണ്ടായിരിക്കണം. എങ്ങനെയാണ്, എന്താണ് നമ്മളിത് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താണ്, അല്ലെങ്കിൽ ഇതിനെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കൊരു ബിസിനസ്സിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്നാൽ ശരി ആ ബിസിനസ് നമുക്ക് ചെയ്തു നോക്കാം, അവർക്ക് ലാഭമുണ്ടല്ലോ എന്നാൽ നമുക്ക് തുടങ്ങാം എന്ന് കരുതി തുടങ്ങിയിട്ട് കാര്യമില്ല. നമ്മൾക്ക് അതിനെക്കുറിച്ച് കുറച്ച് അറിവുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ എത്ര പൈസ ഉണ്ടെങ്കിലും അറിവുണ്ടെങ്കിൽ മാത്രമേ ആ ബിസിനസ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കൂ. ഇതാണ് എൻ്റെ സന്ദേശം ഏതൊരു ആളുകൾക്കും. അപ്പം മാഡം ഇത്ര നേരം നമ്മൾക്ക് ഈ ബിസിനസ്സിനെ കുറിച്ചുള്ള അറിവുകൾ ഷെയർ ചെയ്ത് തന്നതിന് വളരെ സന്തോഷം. ഇനിയും ഉയരങ്ങളിലേക്ക് അടുത്ത ബ്രാഞ്ചുകളുണ്ടാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഡ്രീം മീഡിയയുടെ വകയായിട്ട് നന്ദി.